കണക്കും കാര്യം എന്ന വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വരുന്ന ജനുവരി 18-ാം തീയതി അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ രാമൻ്റെ വിഗ്രഹം ഗർഭഗൃഹത്തിൽ വെക്കും. ജനുവരി 22-ാം തീയതി അതിൻ്റെ പ്രാണപ്രതിഷ്ഠയും നടത്തും. ഈ ഒരു അവസരത്തിൽ ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ ജവഹർലാൽ നെഹ്റു പണിതിട്ടുള്ള ക്ഷേത്രങ്ങൾ ഏതൊക്കെയെന്നുള്ളതാണ് ഞാൻ ഒന്ന് കണക്കെടുക്കാൻ ശ്രമിക്കുന്നത്. ആധുനിക ഇന്ത്യയുടെ ക്ഷേത്രങ്ങൾ എന്ന് പറയുമ്പോൾ ആ ഒരു വാക്ക് അടർത്തിയെടുത്തിരിക്കുന്നത് നെഹ്റുവിൻ്റെ ഒരു പ്രസംഗത്തിൽ നിന്നാണ്. 1963 സത്ലജ് നദിക്ക് കുറുകെ ഇന്ത്യയുടെ രണ്ടാമത്തെ വലിയ അണക്കെട്ടായ ബക്രാനങ്കൽ അണക്കെട്ട് പണിത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഉദ്ഘാടന വേളയിൽ അദ്ദേഹം പ്രസംഗിച്ചത് ഇങ്ങനെയാണ്: മാനവരാശിയുടെ പുരോഗതിക്ക് വേണ്ടി മനുഷ്യൻ നിർമ്മിച്ച ഈ ഒരു സ്ഥാപനത്തെ, ഈ ഒരു അണക്കെട്ടിനെ നിങ്ങൾക്ക് ക്ഷേത്രമെന്നോ ഗുരുദ്വാര എന്നോ മുസ്ലിം പള്ളി എന്നോ വിളിക്കാം, കാരണം ഇത് ആരാധന ചെയ്യേണ്ടതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിനെയാണ് ടെമ്പിൾസ് ഓഫ് മോഡേൺ ഇന്ത്യ എന്ന് പിന്നീട് ഉപയോഗിക്കാൻ തുടങ്ങിയത്. അപ്പം ബക്രാനങ്കൽ ഡാമാണ് നെഹ്റു ആധുനിക ഇന്ത്യയുടെ ക്ഷേത്രമെന്ന് പറഞ്ഞുവെങ്കിൽ അതിന് ശേഷം അദ്ദേഹം നിരവധി ക്ഷേത്രങ്ങൾ ഇന്ത്യയിൽ പണിതിട്ടുണ്ട്. അത് ഏതൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ? ഞാൻ ഈ ഉരുക്ക് നിർമ്മാണശാല, അതായത് സ്റ്റീൽ ഉരുക്ക് നിർമ്മാണശാലകളുടെ കണക്കുകളിലേക്കൊന്നും പോകുന്നില്ല. നമ്മളെല്ലാവരും പറയാറുണ്ടല്ലോ, സ്കൂളുകൾ അല്ലെങ്കിൽ കോളേജുകളാണ് നമ്മുടെ സരസ്വതി ക്ഷേത്രമായിട്ട് കണക്കാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മാത്രം കണക്കെടുക്കുകയാണ്. ഇന്ത്യയിൽ 23 IITകളാണ് ഇന്നേ വരെ ഉള്ളത്. അതിൽ 15ഓളം IITകൾ നെഹ്റുവിന് ശേഷമുണ്ടായിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നയിച്ചിട്ടുള്ള കൂട്ടുകക്ഷി ഭരണങ്ങളുമാണ് സ്ഥാപിച്ചിട്ടുള്ളത്. നെഹ്റു സ്ഥാപിച്ച IITകൾ കൊൽക്കത്ത, മുംബൈ, ചെന്നൈ, ഖരഗ്പൂർ, ഇങ്ങനെ നിരവധി IITകളാണ് നെഹ്റു സ്ഥാപിച്ചത്. ഇനി IIT അവിടെ നിൽക്കട്ടെ. IITക്ക് മുമ്പ് തന്നെ നെഹ്റു യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ സ്ഥാപിച്ചു. അന്ന് അതിന് നേതൃത്വം കൊടുത്തത് അദ്ദേഹത്തിൻ്റെ അന്നത്തെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന മൗലാന അബ്ദുൽ കലാം ആസാദ് ആയിരുന്നു. ഈ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ എന്തിനാണ്? ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ നിലവാരം ഉയർത്താനും അത് മെച്ചപ്പെടുത്താനും വേണ്ടിയിട്ടുള്ള ഒരു കമ്മീഷനാണ് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ. ഈ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷനെ പോലും ഞാനൊരു ആധുനിക ഇന്ത്യയുടെ ക്ഷേത്രമായിട്ടേ കണക്കാക്കുകയുള്ളൂ. കാരണം അവർ ഉറപ്പ് വരുത്തുന്ന നിലവാരത്തിൽ ഇന്ത്യയിൽ ഇപ്പോൾ 15,000-ന് മേളിൽ കോളേജുകളും യൂണിവേഴ്സിറ്റികളും ഉണ്ടെന്നുള്ളതാണ് വസ്തുത. ഈ കോളേജുകളിൽ പഠിച്ചവരാണ്, ഈ കോളേജുകളിൽ ഈ ക്ഷേത്രങ്ങളിൽ വിദ്യാഭ്യാസം നേടിയവരാണ് നമ്മുടെ ഇന്ത്യയെ ആധുനികയിലേക്ക് കൈപിടിച്ച് നടത്തിക്കുന്നത്. UGC അവിടെ നിൽക്കട്ടെ, IIT ഞാൻ പറഞ്ഞു. ഒരിക്കലും പ്ലാനിംഗ് ബോർഡിൻ്റെ നിർദ്ദേശപ്രകാരമാണ് നെഹ്റു IIM സ്ഥാപിക്കാൻ വേണ്ടി മുൻകൈയെടുത്തത്. അദ്ദേഹമാണ് ആദ്യമായിട്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഇന്ത്യയിൽ സ്ഥാപിച്ചത്. അതായത് മാനേജ്മെൻറ്റ് രംഗത്തെ ഒരു ക്ഷേത്രം എന്ന രീതിയിലാണ് IIM കോളേജുകളെ ഇന്ത്യയിലെയും പുറത്തുള്ള വിദഗ്ധരും കാണുന്നത്. ആ ക്ഷേത്രം നിർമ്മിച്ചതും നെഹ്റുവാണ്. ഇനി ആ കാലഘട്ടങ്ങളിൽ ഇന്ത്യ കൂടുതലും ആശ്രയിച്ചിരുന്നത് കാർഷിക രംഗത്തെയാണ്. അതുകൊണ്ട് തന്നെ കാർഷിക രംഗത്തെ ഗവേഷണങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടും കാർഷിക രംഗത്തേക്ക് ആധുനികത കൊണ്ടുവരാൻ വേണ്ടിയിട്ടും ഇന്ത്യയിൽ നെഹ്റു സ്ഥാപിച്ച ക്ഷേത്രങ്ങളാണ് കാർഷിക സർവകലാശാലകൾ. അപ്പോൾ കാർഷിക സർവകലാശാലകളുടെ വരവോടുകൂടിയാണ് ഇന്ത്യയിൽ കൂടുതൽ കാർഷിക രംഗത്ത് ഗവേഷണങ്ങൾ നടപ്പിലായി തുടങ്ങിയത്. അങ്ങനെ കണക്കെടുത്ത് കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഈ ഡാമുകൾ, അണക്കെട്ടുകൾ മാറ്റിവെക്കാം, നമുക്ക് നിർമ്മാണ കേന്ദ്രങ്ങളായ ഉരുക്ക് നിർമ്മാണ കേന്ദ്രങ്ങൾ പോലെയുള്ളവ മാറ്റിവെക്കാം. നമ്മൾ സാധാരണ ക്ഷേത്രമെന്ന് വിളിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കാര്യങ്ങൾ മാത്രം എടുത്തു വെച്ച് നോക്കിയാൽ IIT ആയാലും ശരി, IIM ആയാലും ശരി, കാർഷിക സർവകലാശാലകളായാലും ശരി, ഇനി എയിംസ് ആണെങ്കിലും ശരി, അതായത് ഇന്ത്യയിലെ മികച്ച ആശുപത്രിയും മെഡിക്കൽ കോളേജും ആയ
എയിംസ് ആണെങ്കിലും ശരി സ്ഥാപിച്ചത് നെഹ്റുവാണ്. ഇനി നെഹ്റു സ്ഥാപിച്ച ക്ഷേത്രങ്ങളാണോ ഇന്ത്യക്ക് വേണ്ടത്, ഇനിയും വേണ്ടത് എന്നുള്ളത് നിങ്ങളുടെ ആലോചനയ്ക്ക് വിടുന്നു. കാരണം അടുത്തിടെ നിർമ്മല സീതാരാമൻ്റെ ഒരു പ്രസംഗം ഞാൻ കേൾക്കുകയുണ്ടായി. ലോകത്ത് തന്നെയുള്ള മികച്ച കമ്പനികളിലെ തലപ്പത്ത് ഇന്ത്യക്കാരാണ് ഉള്ളതെന്ന് അവർ അഭിമാനത്തോടു കൂടി പറയുന്നത് ഞാൻ കേട്ടു. ആ പട്ടിക, ഈ തലപ്പത്തുള്ളവരുടെ പട്ടിക ഒന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ലോകത്ത് തന്നെ ഈ ആഗോള കമ്പനികളിലെ മികച്ച കമ്പനികളിലെ തലപ്പത്തുള്ള ഇന്ത്യക്കാർ പഠിച്ചത് നെഹ്റു സ്ഥാപിച്ച ക്ഷേത്രങ്ങളിലാണ്, IIT-കളിലോ IIM-കളിലോ ഒക്കെയാണ്. അതുകൊണ്ട് ഇന്ത്യക്ക് ആവശ്യം നെഹ്റു സ്ഥാപിച്ച ക്ഷേത്രങ്ങളാണോ അതോ മറ്റ് ക്ഷേത്രങ്ങളാണോ എന്നുള്ളത് നിങ്ങളുടെ ആലോചനയ്ക്ക് വിടുന്നു. 2011 ഒരു സെൻസസിൻ്റെ കണക്ക് പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ നിർത്താം. ഇന്ത്യയിൽ 30 ലക്ഷത്തോളം ആരാധന സ്ഥാപനങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. 30 ലക്ഷത്തോളം. അതിൻ്റെ അകത്ത് എല്ലാം പെടും. ഈ 2011 പഴയ കണക്കുകളാണ് കേട്ടോ, സെൻസസിലെ കണക്കുകൾ. 30 ലക്ഷത്തോളം ആരാധനാ സ്ഥാപനങ്ങൾ ഉള്ളപ്പോൾ ഇന്ത്യയിൽ ആകെ കൂടിയുള്ള കോളേജുകളുടെയും സ്കൂളുകളുടെ എണ്ണം എത്രയാണെന്നറിയോ? നമ്മൾ സരസ്വതി വിദ്യാലയം അല്ലെങ്കിൽ സരസ്വതി ക്ഷേത്രം എന്ന് പറയുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ എണ്ണം എത്രയാണെന്നറിയോ? വെറും 20 ലക്ഷം മാത്രമാണ്. അപ്പോൾ ഇന്ത്യയിൽ കൂടുതലുള്ളത് ആരാധനാലയങ്ങളും ഇന്ത്യയിൽ വേണ്ടിയിരുന്ന സരസ്വതി വിദ്യാലയങ്ങൾ അല്ലെങ്കിൽ സരസ്വതി ക്ഷേത്രങ്ങളുടെ എണ്ണം 10 ലക്ഷം കുറവ്, അതായത് 20 ലക്ഷം മാത്രമേ ഉള്ളൂ. നന്ദി, നമസ്കാരം.